ഇതാരാ വീണ്ടും ഗ്രൗണ്ടില്? ഈ നഗരം എന്റെ പേര് കേട്ടാലേ വിറയ്ക്കും. യവനെ ഇന്നൊരു പാഠം പഠിപ്പിക്കണം. ഈ ഗ്രൗണ്ടിൽ കളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞല്ലേ? ധൈര്യം ഉണ്ടെങ്കിൽ നീ മുമ്പോട്ട് പോടാ. മുമ്പോട്ട് വരാനാ പറഞ്ഞത്. നീ ധൈര്യം ഉണ്ടെങ്കിൽ പുറകോട്ട് നോക്കടാ. ഇങ്ങനെ എന്റെ കഴുത്തിൽ ലോക്കിട്ട് കഴിഞ്ഞാ പിന്നെ ഞാൻ എങ്ങനെയാടാ മണ്ട തിരിഞ്ഞു നോക്കുന്നത്? ബോസ് ഓടി വന്നെ രക്ഷിക്ക്. എന്റെ അമ്മേ. ഇനി കുറച്ചു സമയം നമുക്ക് ഊഞ്ഞാലാടി കളിക്കാം അല്ലേ? ഇതിനെന്തിനാ വീശി എറിഞ്ഞത് ഹണി? ക്യാരറ്റിൽ ഒരുപാട് അയൺ ഉണ്ടാവും. അയ്യോ, അപ്പൊ കൊണ്ടില്ലേ? ഓക്കെ, കൊണ്ടില്ലെങ്കി വേണ്ട, കൊള്ളണ്ട. അതിപ്പോ അവിടെ വന്ന് കൊണ്ടിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. നിന്നെ ഞാൻ കണ്ടുപിടിച്ചു. അതിന് ഞാൻ ഒളിച്ചിട്ടേ ഇല്ലല്ലോ. കബഡി 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 കബഡി. ഇതിന് നിനക്ക് പണിഷ്മെന്റ് തരേണ്ടി വരും, കാരണം നീ തോറ്റതാണ്. തത്ത ഇതാ തല്ലിയുന്നൊരാടിനെ. ഞാൻ വെറുക്കുന്നു ഈ വീടിനെ. കണ്ണിന്റെ താഴെ കറുത്തിരിക്കുന്നു, കൺപോളകൾ തടിച്ചിരിക്കുന്നു. എന്റെ കൂടെ കളിക്കൂ, എനിക്ക് കളിക്കുന്നത് ഇഷ്ടമാണ്. സച്ചിൻ 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 സച്ചിൻ. അത് ശരി, നീ എന്തുകൊണ്ടാണ് നിന്റെ ഫാൻസിന്റെ അടുത്ത് കളിക്കാതിരിക്കുന്നത്? ഒരു പരുന്ത് കാരണം. അവന്റെ പേര് പരുന്തരുൺ. അവൻ വിചാരിക്കുന്നത് നഗരത്തിലെ സ്മാർട്ട് ആയിട്ടുള്ള ഗുണ്ട അവനാണെന്നാണ്. സത്യം പറഞ്ഞ അവൻ വലിയൊരു ഗുണ്ട തന്നെയാ. ഞങ്ങളെ ഗ്രൗണ്ടിൽ കളിക്കാൻ സമ്മതിക്കാറില്ല. ഞങ്ങളെ റാഞ്ചി എടുത്ത് അടുത്തുള്ള കുളത്തിൽ കൊണ്ടുപോയിടും. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ കളികളും മുടങ്ങി. ഫോൺ ചാർജ് ഇടുന്ന സമയത്ത് അഥവാ സ്വിച്ച് ഓൺ ചെയ്തില്ലെങ്കിൽ വിഡ്ഢിയാണ് നിങ്ങൾ. നീ അതോർത്ത് വിഷമിക്കണ്ട. നിന്റെ ഗ്രൗണ്ട് ഞങ്ങൾ തിരിച്ചു വാങ്ങിച്ചു തരും. സംശയമുണ്ടോ? അതെ, നമുക്ക് ഗോട്ടിയോ റാമിനെ തീർച്ചയായിട്ടും സഹായിക്കണം. വരൂ, നമുക്ക് ആ പരുന്തരുണിന്റെ ഗുണ്ടായിസ.
ഛെ, ഈ ഗ്രൗണ്ടിൽ വന്ന് ക്രിക്കറ്റ് കളിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായിരുന്നു? ചോദിച്ചത് കേട്ടില്ലടാ. അതും ഈ പരുന്തരുണിന്റെ കണ്ണു വെട്ടിച്ച് ഒരുത്തനെ പോലും ഈ ഗ്രൗണ്ടിൽ കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓടറാ, വേഗം ഓടറാ, എല്ലാം ഓടിക്കോ. അഥവാ എനിക്ക് ഇവിടെ കളിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്റെ പേര് വക്രം ഖാൻ എന്നായിരിക്കില്ല. താഴെ കിട്ടേക്ക്, അല്ലെങ്കിൽ എന്റെ പേര് വക്രം ഖാൻ എന്നൊന്നും അല്ല. അയ്യോ, ഞാൻ നിന്നെ വെറുതെ മണ്ടനാക്കിയതാ. ഇനി നീ അവിടെ തന്നെ കിടന്നു. ഏ? ആ, ഉം. ആ, ഐഡിയ. അതെ, നല്ല ഐഡിയയാണ്. നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. കാരണം അവന്റെ കയ്യിലെ നഖം വളരെ ഷാർപ്പാണ്. ഇതുവരെ സഹായിക്കാനുള്ള ഐഡിയയാണ്. ഗോട്ടിയോ റാമിനെ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് വിടാം. വരും തരുൺ അവനെ റാഞ്ചി കൊണ്ടുപോകാൻ വരുമ്പോ നമുക്കവനെ പിടിക്കവനെ. എന്നെ പിടിക്കാൻ കഴിയില്ല. 5 ലക്ഷം രൂപ എനിക്ക് തന്നെ കിട്ടും. എന്തോന്ന് 5 ലക്ഷം രൂപ? അതെ, വേസ് തിരിച്ചേൽപ്പിക്കുന്നവർക്ക് സെഡ്ജി 5 ലക്ഷം രൂപ കൊടുക്കുമെന്നാ പറഞ്ഞത്. കൊള്ളാല. എന്നാ പിന്നെ 5 ലക്ഷം രൂപ ഈ ഞാൻ തന്നെ മേടിച്ചെടുക്കും. അതിന് നീയല്ലേ കള്ളൻ, അപ്പൊ നിനക്കെങ്ങനെ പൈസ കിട്ടും? മച്ചാനെ ഞാൻ വേഷം മാറി പോകുന്നു, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ല. എടാ, വേഗം വേഗം അത് പിടിക്കേ. ഐഡിയ. നീ വേഗം പിടിക്കേ പിടിക്കേ. ഈഷ്, ഇവിടെ എന്താ കൊടുങ്കാറ്റ് വല്ലതും അടിച്ചോ? അതെ, ഇവൻ തന്നെയാണ് കള്ളൻ. പിടിക്കവനെ, വേഗം പിടിക്ക്. ആ, ഓ, വേഗം ഇവരെ അറസ്റ്റ് ചെയ്യ്. യെസ് സർ. ഇതാ സെഡ്ജിയുടെ വേബ്സ്. താങ്ക് യു വെരി മച്ച്. ആ, ഇതില്ലായിരുന്നെങ്കിൽ ഞാൻ കുത്തുപാള എടുത്തേനെ. ആ, ആഹാ. കുതിരയെ നീക്കണമെന്നാ എനിക്ക് തോന്നുന്നേ. അതിലും നല്ലത് ആനയെ നീക്കുന്നതായിരിക്കും. പടയാളികളെ തന്ത്രപൂർവ്വം നീക്കിയാൽ കളി ജയിക്കും നീ. അയാള് പറഞ്ഞത് ശരിയാണ്. അല്ല, പക്ഷെ ഇയാൾ ആരാണ്? കൂടാതെ ഇത്രയും നല്ലൊരു ഐഡിയ നമുക്ക് എന്തിനാണ് ഇയാൾ പറഞ്ഞു തന്നത്? നിങ്ങൾ ആരാണ്? അകത്തേക്ക് എന്തിനാ വന്നത്? അഥവാ മൊബൈൽ നീ തലേന്റെ അടുത്ത് വെച്ച് കിടന്നാൽ അതിന് നീ അഡിക്റ്റ് ആവും. ആദ്യത്തെ റൗണ്ടിൽ തന്നെ നീ നന്നായി പാടിയാൽ സെലക്ട് ആവും. ഹായ്, മൈ നെയിം ഈസ് ഗോട്ടിയോ റാം. എനിക്കിത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നിന്ന് സംസാരിക്കേ. അപരിചിതരെ അങ്ങനെ വീട്ടിലെ സോഫയെ കയറി ഇരുന്ന് സംസാരിക്കണ്ട. സംശയമുണ്ടോ? സ്വന്തം പേഴ്സിൽ നിന്ന് മറ്റൊരാളുടെ പൈസയാണ് പുറത്തു വരുന്നതെങ്കിൽ കള്ളനാണ് നിങ്ങൾ. മോനാണെന്നാണല്ലോ പറയുന്നത്. ഈ കണക്കിന് പോയ ഇയാളുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു പിസയുടെ വലിപ്പത്തിലുള്ള ഫ്ലോട്ട് പോലും ഒരു കുട്ടിക്കും കിട്ടില്ല. വേഗമേ കാട്ടിന് സ്ഥലം വിട്ടോ.
അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇവൻ ചിമ്പാൻസിയാണോ അതോ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണോ? ഇതിന് മാത്രം എന്തിനാ മറ്റുള്ളവരെ ഇങ്ങനെ തല്ലുന്നത്? ആരാ നിങ്ങള്? എന്തിനാ ഇവിടെ വന്നത്? വേഗം കാര്യം പറ 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 പറ. ഇവിടെ വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ. പിന്നെ ഈ എഞ്ചിന്റെ സൗണ്ട് ഇത് എവിടെന്നാ വരുന്നേ? ഇത് ഞാൻ സംസാരിച്ചതാണ്. വേഗം ഇവിടെ നിന്ന് പോവാൻ നോക്ക്. ഇത് ഞങ്ങളുടെ കാടാണ്. അത് ശരി, അപ്പൊ അതാണ് കാര്യം. മരം കൊത്തി, വേഗം കൊത്ത്. എന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എടാ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിക്കടാ. ഇങ്ങോട്ട് നോക്കടാ, ഞാൻ ഇവിടെ ഉണ്ട്. എടാ, ഇവിടെ ഉണ്ട്. ടാറ്റാ. അയ്യോ എവിടെ പോയി? കിട്ടിപ്പോയി. നിനക്ക് ഈ വാഴപ്പഴം വേണോ? എനിക്ക് വേണം, എനിക്ക് വേണം. ദാ അവന്റെ ഒന്ന് മേടിച്ചോ. അവൻ പറഞ്ഞതേ നിനക്ക് തരില്ലെന്നാ. കാശ് കാശ്. മുത്തശ്ശൻ പറയുന്നത് ശരിയാ. അത്യാഗ്രഹം ഒട്ടും നന്നല്ല. മറ്റുള്ളവരെ അവരുടെ വീട്ടിൽ നിന്ന് അകറ്റുന്നത് തെറ്റ് തന്നെയാണ്. അടിക്കവനെ, അടിച്ച് പഞ്ചറാക്ക്, അടിച്ച് ശരിയാക്കവനെ, വെറുതെ വിടരുത്. പറന്നു ഞാനിത കറകറങ്ങുന്നു. ആവോ അയ്യോ, ചിറകടിച്ച് ഞാൻ പറന്നൊരു കൂടുണ്ടാക്കും. കാക്കക്കാരായുന്നു കാ കാ, കാട്ടിലാലായുന്നു ക്രാ ക്രാ. ഓഹോ, പറ്റിയ സ്ഥലത്താ കിട്ടിപ്പോയി. എന്നാ പിന്നെ ഇവിടെ വീടുണ്ടാക്കാം. അയ്യോ, രക്ഷിക്കണേ. ഇതിപ്പോ വല്ലാത്ത പൊല്ലാപ്പായല്ലോ. അയ്യോ, ഇനിയിപ്പൊ ഞാൻ എവിടെ പോയി കൂടുണ്ടാക്കാനാവോ? കങ്കാരു ഒരു അടിപൊളി ഷോട്ട് അടിച്ചത് കാറ്റിൽ പറത്തി. നമുക്ക് നോക്കാം അത് ക്യാച്ച് ഔട്ട് ആവോ അതോ സിക്സ് ആവോ എന്ന്. ആഹാ, ഇതെന്താണ് ഈ സംഭവിച്ചത്? എന്താണെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. അതാ ബോള്. ഞാൻ മൂന്നാമത് ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. പക്ഷെ ഇത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോ കേട്ടില്ല എന്നുണ്ടെങ്കിൽ 3ാമത്തെ പ്രാവശ്യം എങ്ങനെ കേൾക്കാനാണ്? ഹലോ മിസ്റ്റർ മരം കൊത്തി. ഹലോ. ടക്ക് 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 ടക്കാ. നിന്റെ ഈ ടക്ക് ടക്ക് ശബ്ദം കാരണം ഞങ്ങൾക്ക് റേഡിയോയിൽ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. വേഗം പൊക്കി വിടുന്നേ. ഓഹോ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഇനി മുതൽ ഇതാണ് എന്റെ വില്ല. ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കില്ല. മനസ്സിലായോ? അതോ മനസ്സിലായില്ലേ? ഓ
ആഹാ ഇവിടെ ഞാൻ ബാത്റൂം ഉണ്ടാക്കും എന്നിട്ട് അതിൽ കുളിക്കും. ദാ ഇവിടെ ഞാൻ കിച്ചൺ ഉണ്ടാക്കിയിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കും. മരംകൊത്തി ഇത് ശരിയല്ല. അതെ, ബാത്റൂമിന്റെ അടുത്ത് തന്നെ കിച്ചൺ ഉണ്ടാക്കുന്നത് വലിയ തെറ്റ് തന്നെയാണ്. എടാ അതല്ലടാ കഴുതേ, നമ്മുടെ വീട്ടിൽ അതിക്രമിച്ച് കയറുന്നത് തെറ്റാണ്. പിടിക്കവനെ. എങ്കിൽ എന്നെ പിടിച്ചു കാണിക്കുക. ഊ ആ, ആ, പിടിച്ചോ. ഇവന്റെ കൊക്ക് എന്ത് പവർഫുൾ ആണ്. ഇവിടെ ദാ ഈ പോപ്പട്ടിന്റെ കൊക്ക് കണ്ടില്ലേ? തണുത്ത പനീർ കഴിച്ച പിന്നെ 3 ദിവസത്തേക്ക് ആ കൊക്ക് കൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല. അയ്യോ, ഇവൻ ഈ വീട് കുലുക്കുകയാണല്ലോ. സംശയമുണ്ടോ? കൂട്ടുകാരെ ദേ ഇതുവഴി. താങ്ക് യു. ഇവിടെ ചോറില് വെള്ളം വെറ്റിക്കളയാൻ പാത്രം ഉണ്ടായിരുന്നില്ല. ദേ ഇപ്പൊ അതും ആയി. എല്ലാത്തിലും ഓട്ട ഇടുന്നുണ്ട്. ഞങ്ങളുടെ ഷവറിന്റെ ഹെഡും ബ്ലോക്ക് ആണ്. ഒരു കാര്യം ചെയ്യാം, അതുകൂടി ഒന്ന് ശരിയാക്കിത്താ. ഐഡിയ. ഇവന്റെ കൊക്ക് ബ്ലോക്ക് ചെയ്യാ, പിന്നെ ഇവൻ എങ്ങും ബോട്ടയുണ്ടാക്കില്ല. ഹണി വേഗം പോയി ടേപ്പ് എടുത്തോണ്ട് വാ. എടാ കഴുതേ, ഇതുകൊണ്ട് എങ്ങനെയാടാ കൊക്കടയ്ക്കുന്നത്? അത് അടയ്ക്കാലോ. ഇതിലൊരു പാട്ട് വെച്ച് കൊടുത്താൽ അത് മിണ്ടാണ്ടിരുന്ന് കേട്ടോളും. അതൊരു നല്ല ഐഡിയ അല്ലേ? അതൊരു നല്ല തമാശ തന്നെയാണ്. ഔ കൊടങ്ങി Come on, Bunny, you can do it. കള്ളൻ കള്ളൻ, ആരെങ്കിലും അവനെ പിടിക്കേ. അയ്യോ കള്ളൻ കള്ളൻ കള്ളൻ. അയ്യോ ദേ കള്ളൻ കള്ളൻ കള്ളൻ. ദേ പിടിക്ക് പിടിക്ക്. കള്ളൻ പോകുന്നേ, കള്ളൻ കള്ളൻ. പിടിക്കേ പിടിക്കേ, അവൻ വലിയ കള്ളനാണ്. പിടിക്കേ, വേഗം പിടിക്കേ. നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ കഴിയില്ലട്ടാ. എടാ അവനെ ഞാൻ പിടിച്ചോളാം. ആരാടാ ഇവിടെ ഈ ഗജ്ജു? അതെ, ആരാണ് എന്നെ പേരെടുത്ത് വിളിക്കണത്? നീ മര്യാദയ്ക്ക് വേസ്റ്റ് തിരിച്ചതാ, ഇല്ലെങ്കിൽ നല്ല അടി കിട്ടും. അയ്യോ മച്ചന്മാരെ, ദൈവന്മാരെന്നെ അടിച്ചടാ, ഓടിവാടാ. ഇനി നീയൊക്കെ ഇവിടുന്ന് വന്ന പോലെ തിരിച്ചു പോകൂല കേട്ടാ. എടാ
ഇനി നമുക്ക് നോക്കട്ടെ ആരടിച്ച് വീഴ്ത്തോന്ന്. അടിയടാ. തിന്മയുടെ നിറം അന്നും ഇന്നും എന്നും കറുപ്പായിരിക്കും. സംശയമുണ്ടോ? എന്നാ പിടിച്ചോ. അയ്യോ ഇനി എന്നെ ഇടിക്കല്ലേ. ആ വേസ് ഞാൻ തിരിച്ചു തന്നേക്കാം നിങ്ങക്ക്. അയ്യോ ദാ ഇതല്ലേ നിങ്ങളുടെ വേസ്. ഇനിയെങ്കിലും ഒന്ന് പൊക്കൂടെ ഇവിടുന്ന്.